എന്റെ പിള്ളേർക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? ഇതിനു മുന്നേ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന്? ഈശ്വരാ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്തരുതേ. അവനെ ആണെങ്കിൽ വിളിച്ചിട്ട് എത്ര നേരമായി, ഇതുവരെയും വന്ന് നോക്കിയത് പോലില്ല. എന്റെ കുഞ്ഞുങ്ങൾ പാവം രണ്ടും ചുരുണ്ട് കൂടി കിടക്കുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ഇങ്ങനെ തന്നെ പോയാൽ ശരിയാവത്തില്ല. വൈകാതെ കുടുംബ ജോത്സ്യനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൂജാരിനെ പോയി കാണണം. പിള്ളേർക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടുത്തം വേണ്ടേ? രണ്ടും കൂടെ എങ്ങനെയാ ബോധം കെട്ട് കിടന്നേ? എന്റെ ചങ്ങ് പെടച്ചു പോയി. എന്തെങ്കിലും ദോഷം കാരണമായിരിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചേ? അല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വക ആരോഗ്യ പ്രശ്നം ഇല്ലാത്തതാ. പിന്നെ എങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കും? ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. എന്തായാലും നാളെ പോയി കുടുംബ ജോത്സ്യനെ ഒന്ന് കണ്ടു നോക്കണം. റാണി, റാണി, നാളെ പിള്ളേര് രണ്ടുപേരും ജാതകം എടുത്ത് റെഡിയാക്കി വെക്ക്. നമ്മളെ കുടുംബ ജോത്സ്യനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അയ്യോ, അതൊക്കെ എന്തിനാ അമ്മേ? അവറ്റങ്ങള് നേരത്തെ കഴിച്ചു കാണത്തില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നേ. അതൊന്നും കാര്യമാക്കി എടുക്കാനില്ലെന്നേ. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലടി. ഇതുവരെ ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാത്തതാ. ഇതിങ്ങനെ പെട്ടെന്ന് എനിക്കെന്തോ ഒന്നും ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവരൊന്ന് പോയി കണ്ടുവരാം. എന്നാലേ എന്റെ മനസ്സിന് ഒരു സമാധാനം കാണത്തുള്ളൂ. ആയിക്കോട്ടെ അമ്മേ, അമ്മയുടെ ഇഷ്ടം പോലെ. ഞാനേ രണ്ടൊരു ജാതകം എടുത്ത് അമ്മന്റെ മുറി കൊണ്ടാക്കാം. മറക്കാണ്ട് എടുത്ത് വെച്ചേക്കണ്ടേ. നാളെ നമുക്ക് എന്തായാലും പോയി വരണം. തീർച്ചയായും പോവാമേ. അല്ല, എന്റെ കൊച്ചുങ്ങൾ രണ്ട് എണീച്ചോ? ഹേയ്, ഇല്ല അമ്മേ, അകത്ത് നല്ല ഉറക്കവാ. എന്നാ അയറ്റുങ്ങളൊന്ന് എണീപ്പിച്ചോട്. എണീപ്പിച്ച് കഞ്ഞിവെള്ളത്തിലും പഞ്ചസാര ഉപ്പൊക്കെ ഇട്ടിട്ടെ കുറച്ച് കൊടുത്തോട്. അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് വിടണ്ട. നല്ല ക്ഷീണം കാണും. ശരി അമ്മേ. പിന്നെ അവനൊന്ന് വിളിക്കട്ടോ. ഞാൻ വിളിച്ചതാ. ഇപ്പൊ വരാൻ നല്ലാണ്ട് അവൻ വരുന്ന മട്ടില്ല. അവനോട് വിളിച്ചിട്ട് വേഗം വരാൻ പറയും. വരാൻ നേരത്തെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു തരാൻ പറയും കൊച്ചുങ്ങൾക്ക് കൊടുക്കാനേ. ആയിക്കോട്ടെ അമ്മേ. ചേച്ചി, അത് പിന്നെ അച്ഛമ്മ പറയുന്നത് നമ്മൾ ബോധം കെട്ട് വീണെന്ന്. ബോധം കെട്ട് വീണിക്കേ? അപ്പൊ ആ നടന്നതൊക്കെയോ? അതോടെ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, അതൊരു സ്വപ്നമാണെങ്കിൽ എനിക്ക് വന്ന ശരി. പക്ഷേ അതേ സ്വപ്നം വള്ളിയും പുള്ളിയും തെറ്റാതെ നിനക്ക് എങ്ങനെ വരും? അത് ഒരുമിച്ച്. അതിനത് സ്വപ്നമാണ് ആര് പറഞ്ഞേ? ഞാൻ ഇതിനു മുന്നേ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിക്കണേ. ഇതുപോലൊരു സ്വപ്നം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. അതുകൊണ്ട് ഇതൊരിക്കലും സ്വപ്നമാവാൻ വഴി തന്നെയില്ല. അപ്പൊ പിന്നെ ശരിക്കും എന്താണ് സംഭവിച്ചേ? നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഇങ്ങനെയൊക്കെ തോന്നാൻ മാത്രം നമുക്ക് മാത്രം ആ എക്സ്പീരിയൻസ് കിട്ടിയത്. വീട്ടിൽ ആർക്കും ഇതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം അറിയത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ ആ ബോധം കെട്ടിൽ കടന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ കാണാണ്ടായതും നമ്മൾ ആ കാട്ടിനുള്ളിൽ ആ കൊച്ചിന്റെ കൂടെ പോയതൊക്കെയോ? എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയാനായിട്ട് ചേച്ചി. അപ്പൊ എനിക്കെന്തോ ഇന്നലെ നീ സ്വപ്നാന്ന് പറഞ്ഞത് പോലും യാഥാർത്ഥ്യമാവാനാ ചാൻസ് എന്നാ തോന്നുന്നേ. ഓ, ആ സംശയം എനിക്കില്ലാതില്ല. ചേച്ചി, എനിക്ക് പേടിയാവാ. നമുക്ക് ചുറ്റും എന്തൊക്കെയായി നടക്കുന്നേ? അതാണ് ഗീതു, എനിക്ക് മനസ്സിലാവട്ടെ. പക്ഷെ എനിക്കൊന്നും ഉറപ്പാ, നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിന് കാരണം എന്തോ ആവാം. ചിലപ്പോ ഈ നാട്, ചിലപ്പോ ഈ നാട്ടാര്, ചിലപ്പോ നമ്മൾ നിൽക്കുന്ന ഈ വീട് പോലും ആവാം. വീടോ നാട്ടാരോ? എന്തൊക്കെയാടി നീ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയുന്നേ. അതെ ഗീതു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നേ. ഒന്നെങ്കിൽ പ്രശ്നം ഈ വീടിനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുള്ള എന്തിലോ ഒന്നാണ് പ്രശ്നം. പക്ഷേ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടി ചേച്ചി? അതിന് ഒറ്റ വഴിയുള്ളൂ. ആദ്യം ഈ വീടിനെ കുറിച്ചും ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും നമുക്ക് ആരോടെങ്കിലും പറയണം. അവരോട് ഹെൽപ്പ് ചോദിക്കണം. എന്നാ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. അതാ എനിക്ക് തോന്നുന്നേ. എനിക്കും അതന്നെ തോന്നുന്നേ. പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പോയി പറയാൻ ആരുള്ളത്? അമ്മനോട് അച്ഛനോടൊന്നും പറഞ്ഞാൽ എന്തായാലും അവർ വിശ്വസിക്കത്തില്ല. നമ്മൾ ഈ ഫോണിലും റീൽസിലൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചെന്നേ പറയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ശരിക്കും നടന്നെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ചേച്ചി? എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരാൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. എന്തായാലും വൈകാതെ തന്നെ നമ്മൾ അവരെ കണ്ടുമുട്ടും. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഞാൻ ഉറങ്ങരുത്. ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് നമുക്ക് എന്തായാലും നിരീക്ഷിച്ചേ പറ്റൂ. ചേച്ചി, അതൊക്കെ വേണോ? എനിക്ക് ഇത് കണ്ടിട്ട് തന്നെ കൂടെ പേടിയാവാ. ഇനിയിപ്പോ രാത്രിയിലും കൂടെ വേണ്ട, നമുക്ക് പൊതിച്ചു മൂടി ഒന്ന് കിടക്കാം. അതാകുമ്പോ ഒന്നും അറിയണ്ടല്ലോ. അങ്ങനെ നമ്മൾ പേടിച്ചു നിന്നാ പറ്റത്തില്ല ഗീതു. ഇതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അച്ഛനോടും അമ്മനോടും അച്ഛമ്മനോടൊക്കെ തെളിവ് സഹിതം പറയാനേ. എനിക്കെന്തോ ഡൗട്ട് വരുന്നത് ഈ വീടിന്റെ മോളാ. ആദ്യം ഈ വീടിനെ കുറിച്ചുള്ള ഹിസ്റ്ററി കണ്ടുപിടിക്കണം. എന്നാ മാത്രമേ ഇതിനൊരു എന്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തില് എന്ത് പ്രതിസന്ധി വന്നാലും നീ എന്റെ കൂടെ തന്നെ നിൽക്കുന്ന സത്യം ചെയ്യ്. സത്യമാണ് ചേച്ചി, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. ഇത് മതി എനിക്ക്. നാളെ എന്തായാലും നമ്മൾ സ്കൂളിലൊക്കെ പോയല്ലോ. ഈ ഏരിയയിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും സ്കൂളില്ലാണ്ടിരിക്കത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടുന്നേ. അവരോട് ചോദിച്ച് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും കണ്ടുപിടിക്കാം ആദ്യം. ഓക്കേ ചേച്ചി. പിള്ളേരെ, ഒന്ന് വേഗം വന്നേ.
വരുമ്പോഴത്തേക്കും അമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാട്ടോ. ഓക്കേ അച്ഛമ്മേ. അമ്മേ വാ നമുക്ക് റൂമിൽ പോയി ഇരുന്ന് റെസ്റ്റ് എടുക്കാട്ടോ. ശരി മക്കളെ. എന്താ മോളെ പറയുന്നേ? അവൻ വരാൻ 3 മാസം പിടിക്കുന്നോ? അതെ അമ്മേ, വേറെ ആളാ പോവാനിരുന്നേ. പക്ഷേ അവസാന നേരത്ത് അവർക്കെന്തോ അപകടം പറ്റി പോവാൻ പറ്റിയില്ല പോലും. അപ്പോ ബോസ് ആണെങ്കിൽ അണ്ണനോട് പോവാൻ പറഞ്ഞെന്ന്. എന്തായാലും അണ്ണൻ പോയേ പറ്റൂന്ന് പറഞ്ഞിട്ടാ പോയേ. അതാ പോലും ഡ്രസ്സ് പോലും എടുക്കാൻ വരാൻ പറ്റാഞ്ഞേ. ഇനിയിപ്പോ 3 മാസം കഴിഞ്ഞേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂന്നാ പറഞ്ഞേ. വിസയൊക്കെ അടിച്ചു കഴിഞ്ഞു പോലും. എന്തായാലും അത് നല്ലതിനെന്നെ. ഇനിയിപ്പോ പ്രസവം കടക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പൈസന്റെ ആവശ്യം ഉണ്ടാവല്ലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അവൻ പോവാണെങ്കിൽ പിന്നീട് നിന്റെ കൂടെ കാണത്തില്ലേ വീട്ടേക്ക്. എന്തായാലും 3 മാസല്ലേ ദാന്ന് പറയുമ്പോഴത്തേക്കും പോയിക്കോളും. പിന്നെ നിന്നെ നോക്കാൻ അമ്മ എവിടെയല്ലേ? നല്ല തങ്കക്കോടം പോലത്തെ 2 പിള്ളേരില്ലേ? പിന്നെ നീ എന്തിനാ വിഷമിക്കണെന്നേ? വിഷമിക്കണ്ടോ? വിഷമൊന്നുമില്ലമ്മേ, സന്തോഷമേ ഉള്ളൂ. ഇത്ര കാലത്തിന് ശേഷം ഇപ്പഴാ ഏട്ടനെ പ്രൊമോഷൻ കിട്ടി നല്ല നിലയ്ക്ക് എത്തുന്നേ. അതില് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു വാക്ക് പോലും നേരിൽ പറയാണ്ട് പോയല്ലോ ആലോചിക്കുമ്പോഴാ. വിട്ടേക്കടി മോളെ, അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, സമയം ഒരുപാടായില്ലയോ, പോയി കിടക്കാൻ നോക്ക്. രാവിലെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണ്ടേ, സ്കാനും കാര്യങ്ങളൊക്കെ എടുക്കാനില്ലേ? അതുകൊണ്ട് എന്തായാലും നേരത്തെ ഹോസ്പിറ്റലിൽ പോവാം. പിള്ളേർക്കാണെങ്കിൽ സ്കൂളുള്ളതാ. എനിക്ക് നേരത്തെ എണീച്ച് അവരൊന്ന് സ്കൂളിലേക്കും പറഞ്ഞേക്കണം. എന്നാ നീ ചെല്ലേ, നല്ല സമാധാനായിട്ട് കിടക്കട്ടോ. ശരി അമ്മേ. ചുമ്മാ ആവശ്യമില്ലാത്ത ചിന്താഗതികളൊന്നും തലയിൽ കേട്ടില്ലട്ടോ. ചുമ്മാ ടെൻഷൻ അടിക്കാതെ പോയി കിടക്കാൻ നോക്ക്. നീ ഇപ്പൊ ടെൻഷൻ അടിച്ചാലേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാ അത് ദോഷം ചെയ്യാ. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടേക്ക് കുഞ്ഞിന് എന്തൊക്കെയാണോ നല്ലത് അത് നോക്കി കണ്ട് ചെയ്യാൻ നോക്ക്. ഇങ്ങനെ ഉറക്കഴിച്ച് ടെൻഷനൊക്കെ അടിച്ചിരുന്നാലേ കുഞ്ഞിന് വയ്യാതെ ആവുകയുള്ളൂ. അതുകൊണ്ട് ചെന്ന് സമാധാനത്തിൽ കിടക്കട്ടോ. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ശരി മക്കളെ, നോക്കി പോട്ടോ. ശരി അമ്മേ. ആ ബെസ്റ്റ്, എന്ത് വന്നാലും കൂടെ തന്നെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടോ പൊതിച്ച് മൂടി കിടന്ന് ഉറങ്ങുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, അവളാകെ പേടിച്ചു പോയിരിക്കല്ലേ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ മൂടി പൊതിച്ചുറങ്ങുന്നത്. എന്തായാലും ഇത്രയൊക്കെ പ്രശ്നം നടന്നെന്ന് പറഞ്ഞാലും ഇന്ന് ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേൾക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. ഈശ്വര, ഇനി ഒരാപത്തും വരാതെ ഞങ്ങളെ കുഞ്ഞാവനെ നല്ല രീതിക്ക് ഞങ്ങളെ കയ്യിൽ കിട്ടണേ. ആ കൂടെയുള്ള വിഷമം ഈ സന്തോഷത്തില് അച്ഛന് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാ. ഇനി അച്ഛനെ കാണണമെങ്കിൽ 3 മാസം കാത്തിരിക്കണ്ടേ? 3 മാസം എന്ന് പറയുമ്പോൾ ദാ പോണെന്ന് പറഞ്ഞ് കഴിഞ്ഞു കിട്ടും. എന്തായാലും അച്ഛൻ വരുന്നവരെ അമ്മനെ നോക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്താ. അമ്മനെ പൊന്നു പോലെ നോക്കണം. ഇനി വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാൻ നേരില്ല. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം. ഇനിയിപ്പോ എന്താണെങ്കിലും രാവിലെ നോക്കാം. ഇതെന്താ